വിശദമായ വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം ബാർ അസോസിയേഷന്റേതാണ് തീരുമാനം. വിവിധ കേസുകളിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ 9 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ബാർ അസോസിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ ചേരുന്ന അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ശാസ്തമംഗലം അജിത് കുമാർ, സജിത് കുമാർ, ഷഹാബുദ്ദീൻ കാര്യത്ത്, GS പ്രകാശ്, പേട്ട സനൽകുമാർ എന്നിവരുൾപ്പെടെ 9 പേർക്കെതിരെയാണ് നടപടി. കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ കപ്പലിൽ സംയുക്ത പരിശോധന ആരംഭിച്ചു. അപകടമുണ്ടാക്കിയ കപ്പൽ ഇത് തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. പുറംകടലിൽ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിലെത്തിയ സംഘത്തെ കപ്പിത്താൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യും. കസ്റ്റംസ്, മറൈൻ മെർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, DG ഷിപ്പിംഗ് എന്നിവരുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. വിശദമായ പരിശോധന നടത്തുന്നതിനൊപ്പം ഡാറ്റ റെക്കോർഡർ പിടിച്ചെടുക്കുകയും ചെയ്യും. കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവരെ സംഘം ചോദ്യം ചെയ്യും. അപകടമുണ്ടാക്കിയ കപ്പൽ ഇത് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് ലക്ഷ്യം. കപ്പൽ ബോട്ടിൽ ഇടിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് കപ്പിത്താൻ. മാത്രവുമല്ല, മറ്റ് 7 കപ്പലുകൾ കൂടി അപകട പരിസരത്ത് അപകട സമയത്തുണ്ടായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. ഡാറ്റ റെക്കോർഡർ പിടിച്ചെടുത്ത് പരിശോധിക്കാനായാൽ ഇതടക്കമുള്ള സംശയങ്ങൾക്ക് ഉത്തരമാകും. ഒപ്പം ജീവനക്കാരെയും കപ്പിത്താനെയും ചോദ്യം ചെയ്യാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനുണ്ടാവില്ല. അതിന് ചില അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടി വരും. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണം. പനാമയിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ 2000-ലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 14.3 നോട്ടിക്കൽ മൈലാണ് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. വേഗപരിധി ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധനയിൽ വ്യക്തമാകും. കപ്പൽ കൊച്ചി തുറമുഖത്തിലെ ബെർത്തിലേക്ക് അടുപ്പിച്ച് പരിശോധന നടത്താനായിരുന്നു നീക്കമെങ്കിലും അത് തൽക്കാലം നടക്കില്ല. കൊച്ചി തുറമുഖത്തിന് ഇതിനാവശ്യമായ ആഴമില്ല എന്നതാണ് പ്രശ്നം. കപ്പലിന്റെ ഭാരം കുറച്ചാൽ മാത്രമേ ബെർത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയൂ. 30,000 മെട്രിക് ടൺ വളം കപ്പലിലുണ്ട്. ഇത് മറ്റൊരു കപ്പലിലേക്ക് മാറ്റി ഭാരം കുറയ്ക്കാനാണ് നീക്കം. എന്നാൽ സാങ്കേതികവും നിയമപരവുമായ ഒട്ടേറെ കടമ്പകൾ ഇതിനും കടക്കേണ്ടി വരും. എങ്കിലും തുടർ നടപടികൾക്ക് ഇന്നത്തെ പരിശോധന നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശ്രീവത്സം ഗ്രൂപ്പിന് ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് CPI ആലപ്പുഴ ജില്ലാ ആഞ്ചലോസ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പേരിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് മുൻ ആഭ്യന്തര വകുപ്പിന് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. അതേസമയം ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കലടക്കമുള്ള നടപടികളിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലാണ് ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ശ്രീവത്സം ഗ്രൂപ്പിനെതിരെയും അന്വേഷണം ഉയർന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കെതിരെ ആദായനികുതി വകുപ്പ് അന്വേഷണം നടക്കുന്നത്. ഇതിനിടയിലാണ് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് വസ്തു വാങ്ങുകയും ചില ബിനാമി ഇടപാടുകൾ നടത്തി വരുന്നതുമായ വാർത്തകൾ പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥലമേറ്റെടുത്തതിന് പിന്നിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജ് തുടക്കം മുതൽ ഞങ്ങളത് പറഞ്ഞതാണ്. അവിടെ ഒരു ആശുപത്രി എന്നുള്ളതിനേക്കാൾ ഉപരി റിയൽ എസ്റ്റേറ്റ് വ്യാപാരമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെയും പിന്നിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം ആദ്യം മുതൽ നിലനിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ അത് സംബന്ധമായി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ കൂടി കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്, മുൻമന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ട്. 25 അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പിന്നിലുള്ളത്. ഇതിൽ പലരും ബിനാമി ബന്ധമുള്ളവരാണെന്ന് ആരോപണവും ഉയർന്നിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ശ്രീവത്സം ഗ്രൂപ്പും മുൻ മന്ത്രിയും തമ്മിലുള്ള ബന്ധം. സർക്കാർ ചെലവിൽ സ്വകാര്യ മേഖലയിൽ ആശുപത്രി പണിയുന്നതിനാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ലക്ഷ്യം വെച്ചിരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സൗദി അറേബ്യ അതിർത്തി അടച്ചതിനെ തുടർന്ന് ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന ഖത്തറിനെ സഹായിക്കാൻ ഇറാൻ രംഗത്ത് വന്നു. ഖത്തറിലേക്ക് 5 വിമാനങ്ങളിലായി 450 ടൺ പച്ചക്കറി അയച്ചതായി ഇറാൻ അറിയിച്ചു. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാഗ് ഖാലിദ് അൽ സബാഗ് വീണ്ടും അറിയിച്ചു. സഹോദര രാജ്യങ്ങൾ ഉയർത്തിയ ആശങ്കകൾ ഖത്തർ മനസ്സിലാക്കുന്നുവെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഒരാഴ്ച പിന്നിടുന്ന ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുവൈറ്റ് അമീറിന്റെ നേതൃത്വത്തിലാണ് സജീവമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യ, UAE ഭരണാധികാരികളുമായും ഖത്തർ അമീറുമായും കുവൈറ്റ് ഭരണാധികാരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടെ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യങ്ങളിലെ പൗരന്മാരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദുബായ്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് ഫലം ഉടൻ പ്രസിദ്ധീകരിക്കാമെന്ന് സുപ്രീം കോടതി. ഫലം പ്രഖ്യാപിക്കുന്നത് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി അവധിക്കാല ബെഞ്ച് സ്റ്റേ ചെയ്തു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു. ഈ മാസം 26-നകം CBSE ഫലം പ്രഖ്യാപിക്കും.
മെഡിക്കൽ പ്രവേശനത്തിനുള്ള ദേശീയ യോഗ്യതാ പരീക്ഷയായ നീറ്റ് ഫലപ്രഖ്യാപനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി വിധി പൂർണ്ണമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിന്റെ ഉത്തരവ്. നീറ്റ് ഫലം CBSEക്ക് ഉടൻ പ്രസിദ്ധീകരിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു. ഈ മാസം 26 മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് CBSE കോടതി അറിയിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് ഏകീകൃത ചോദ്യപേപ്പർ ആയിരുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ CBSE സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതോടെ ഫലപ്രഖ്യാപനം സംബന്ധിച്ച് നിലനിന്ന അനിശ്ചിതാവസ്ഥ സുപ്രീം കോടതി ഉത്തരവോടെ നീങ്ങും. ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത ചോദ്യപേപ്പറുകളാണെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലായിരുന്നു നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എല്ലാ സംസ്ഥാനത്തും പരീക്ഷ നടത്തിയത് ഏകീകൃത രീതിയിലല്ലെന്നായിരുന്നു അന്ന് ഹർജിക്കാർ ആരോപിച്ചത്. പ്രാദേശിക ഭാഷയിലെ ചോദ്യക്കടലാസ് ഇംഗ്ലീഷ് ഭാഷയിലെ ചോദ്യക്കടലാസുകളേക്കാൾ എളുപ്പമുള്ളതാണെന്നായിരുന്നു പ്രധാന ആരോപണം. ഈ ആരോപണം CBSE തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും മദ്രാസ് ഹൈക്കോടതി ഫലം പ്രഖ്യാപിക്കുന്നത് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതേസമയം നീറ്റ് ഒഴിവാക്കി നിലവിലുള്ള സംവിധാനപ്രകാരം പ്രവേശനം നടത്താൻ അനുമതി നൽകണമെന്നാണ് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പൂർണ്ണമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജസ്റ്റിസ് CS കർണൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോടതിയലക്ഷ്യ കേസിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനിടെയാണ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായ CS കർണൻ വിരമിച്ചത്. സുപ്രീം കോടതി 6 മാസം തടവിന് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണ് ജസ്റ്റിസ് കർണൻ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ അപൂർവവും അസാധാരണവുമായ നടപടികൾക്ക് വഴിമരുന്നിട്ടാണ് ജസ്റ്റിസ് കർണൻ സർവീസ് അവസാനിപ്പിച്ചത്. GST സംസ്ഥാനത്തിന് ഗുണകരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് GST ഫലം ചെയ്യും. സാധനങ്ങളുടെ MRP നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. GST സംസ്ഥാനത്തിന് ഗുണകരമാണ്. സംസ്ഥാനത്തിന് ഗുണകരമാണെന്ന് പറയുമ്പോൾ നികുതി നിരക്കുകൾ വളരെ ഗണ്യമായിട്ട് കുറച്ചു. നേരത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിരിച്ചതിനേക്കാൾ 1 ലക്ഷം കോടി രൂപ കുറച്ചാൽ പിന്നെ ഈ നിരക്ക് വെച്ച് പിരിക്കാൻ പറ്റും. പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നത് അങ്ങനെ വരില്ല, നികുതി വെട്ടിപ്പ് ഗണ്യമായിട്ട് കുറയും. അത് ശരിയാണ് താനും. അതിന്റെ ഫലമായിട്ട് നികുതി നിരക്കിൽ കുറവ് നൽകിയാലും നികുതി വരുമാനം കൂടുമെന്നാണ് പറയുന്നത്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് ജസ്റ്റിസ് KT തോമസിന്റെയും പിന്തുണ. UDFന്റെ മദ്യനയം ടൂറിസത്തെ തകർത്തുവെന്നും ജസ്റ്റിസ് KT തോമസ് അഭിപ്രായപ്പെട്ടു. വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള ഒരു മദ്യനയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മദ്യനിരോധനവും മദ്യവർജനവും തമ്മിൽ വ്യത്യാസപ്പെടുത്തണം. ഈ മദ്യനിരോധനം നടത്തിയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം അതുകൊണ്ടുണ്ടായിട്ടുള്ള അപകടങ്ങൾ ഇപ്പോഴും ഭയങ്കരമാണ്. അധോലോകം മാത്രമല്ല, കൊള്ളില്ലാത്ത സ്പ്യൂരിയസ് ഡ്രിങ്ക്സ് കൊണ്ട് എത്ര പേരാ നശിക്കുന്നതെന്നറിയാവോ? അതുകൊണ്ട് നമ്മൾ മദ്യനിരോധനത്തിലേക്ക് പോകരുത്. നമ്മുടെ ടൂറിസത്തിന്റെ, കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം എന്താണ്? ഏറ്റവും വലിയ സോഴ്സ് എന്താണ്? ടൂറിസമാണ്. നമ്മുടെ ടൂറിസത്തിന് എന്തുമാത്രം അപകടമാണ് വന്നത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ പ്രകീർത്തിച്ച് ദേശീയ ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ലക്ഷ്യമിട്ട് കൈക്കൊണ്ട വിവേകപൂർവമായ തീരുമാനമാണ് പുതിയ മദ്യനയമെന്ന് ഹിന്ദുവിന്റെ മുഖപ്രസംഗം പറയുന്നു. മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ മദ്യനയം ഹോട്ടൽ മേഖലയിൽ വേർതിരിവുണ്ടാക്കി. ഒപ്പം റവന്യൂ വരുമാനം കുറയ്ക്കുന്നതിനും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനും വഴിവെച്ചു. പല മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നിങ്ങനെ കുറിക്കുന്ന ലേഖനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മദ്യനയത്തെ പ്രകീർത്തിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ഉയർത്താനുള്ള പ്രായോഗിക സമീപനത്തോടെയുള്ള തീരുമാനമാണ് പുതിയ മദ്യനയമെന്ന് ദി ഹിന്ദു മുഖപ്രസംഗത്തിൽ പറയുന്നു. ഹോട്ടലുകളുടെ വേർതിരിവ് ഒഴിവാക്കിയ യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനം. ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന മദ്യനയമാണ് ഇപ്പോഴത്തേത്. തകർച്ച നേരിടുന്ന കള്ളുചെത്ത് വ്യവസായത്തിന് ഉണർവ് നൽകുന്ന നയം. ഇത് സ്വാഗതാർഹമാണെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുകയാണ്. മദ്യം വാങ്ങുന്നതിനുള്ള പ്രായപരിധി ഉയർത്തിയ തീരുമാനവും വിവേകപൂർവമായ ഒന്നുതന്നെ. പുതിയ മദ്യനയത്തെ എതിർക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷവുമായി ചേർന്ന് മദ്യനയത്തെ വിമർശിച്ച് സമരവുമായി എത്തുന്നത്. ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. മദ്യനിരോധനമല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്, മദ്യവർജനമാണ്. ഇതിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മദ്യനയത്തിൽ എതിർപ്പുമായി വരുന്നവർക്കും പങ്കാളികളാകാം. ഇതുതന്നെ സർക്കാരിന്റെ തുറന്ന മനസ്സാണ് കാണിക്കുന്നതെന്നും പരാമർശിച്ചാണ്
ദി ഹിന്ദു പ്രാഗ്മാറ്റിക് സ്റ്റെപ്പ് എന്ന മുഖപ്രസംഗം അവസാനിക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കേസ് മുൻനിർത്തി താൻ MLA സ്ഥാനം രാജിവെക്കുന്നതായുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമെന്ന് മഞ്ചേശ്വരം MLA അബ്ദുൾ റസാഖ് പറഞ്ഞു. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കേസിൽ വിധി വരുമ്പോൾ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇരുവരും അറിയിച്ചു. വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പണ്ട് മുതലേ ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് ഒരുപാട് തവണ മത്സരിച്ച് ജയിക്കാത്തതിൻ്റെ എൻ്റെ ദേഷ്യം എന്നോട് തീർക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ 5 കൊല്ലം പൂർത്തിയാക്കും ദൈവസഹായം കൊണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖിനെ രാജിവെപ്പിക്കുന്നുവെന്നും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ശ്രദ്ധയിൽപ്പെടാനിടയായത്. കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പടച്ചുവിടുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിരികെ വാർത്തകളിലേക്ക്. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുന്ന അനുയാത്രാ പദ്ധതിക്ക് തുടക്കമായി. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയും ഗവർണർ ജസ്റ്റിസ് P സദാശിവവും അനുയാത്രാ പദ്ധതിയെ മുക്തകണ്ഠം പ്രശംസിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മികവുറ്റ ഇന്ദ്രജാല പ്രകടനവും ഏവരെയും അതിശയപ്പെടുത്തി. ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ വൈകല്യം നിർണയിച്ച് പ്രതിരോധിക്കുന്നത് മുതൽ അംഗപരിമിതരുടെ പുനരധിവാസം വരെ ഉൾപ്പെടുന്ന പദ്ധതികളാണ് അനുയാത്രയിലുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നിർവഹിച്ചു. കേരള സർക്കാരിന്റേത് ശ്രദ്ധേയവും വിശിഷ്ടവുമായ സംരംഭമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. The initiatives taken by the government of Kerala under the Anuyatra or Walking Together campaign is a laudable effort. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പുതിയ മാതൃകയാവുകയാണ് ഇത്തരം ഒരു അസാധാരണ കാൽവയ്പിലൂടെയെന്ന് ഗവർണർ ജസ്റ്റിസ് P സദാശിവം പറഞ്ഞു. Anuyatra is Kerala's unique way of better enabling of differently abled. Through this, we convey our love and our strong resolve to help them to realize their full potential as individuals. I am certain that the success of Anuyatra would help Kerala script a new model of human development for other states to follow. സംസ്ഥാനത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവർക്കായി മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രങ്ങളും പ്രത്യേക അംഗൻവാടികളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അംഗപരിമിതരുടെ അവകാശങ്ങളിൽ അധിഷ്ഠിതമായ സമഗ്ര ജീവിതചക്ര സമീപനമാണ് ഈ പദ്ധതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. സ്പെഷ്യൽ അംഗൻവാടികളും ആരംഭിക്കും. തുടർന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംഗീതവും നൃത്തവും ഇന്ദ്രജാലവും ചേർന്നുള്ള ഇന്ദ്രജാല ദൃശ്യവിരുന്ന്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിന്. ഈ മാസം 15 മുതലാണ് സമരം ആരംഭിക്കുക. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 18 മുതൽ ആശുപത്രികൾ സ്തംഭിപ്പിച്ച സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരോട് മാനേജ്മെന്റ് സ്വീകരിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഈ മാസം 15 മുതൽ ശക്തമായ സമരത്തിനാണ് കോഴിക്കോട് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനം എടുത്തിരിക്കുന്നത്. 18 മുതൽ ആശുപത്രി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ പറഞ്ഞു. പൊരുതേണ്ടത് ഈ കുത്തക കോർപ്പറേറ്റ് നിലപാട് സ്വീകരിക്കുന്ന മത സാമുദായിക മേലങ്കീഴടങ്ങിയ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ മാന്യമായി ശമ്പളം കൊടുക്കാതെ ഈ 15-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം പല മാനേജ്മെന്റുകളും നടപ്പിലാക്കുന്നില്ല. തുച്ഛമായ ശമ്പളത്തിലാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ജോലി ചെയ്യുന്നത്. അകാരണമായി പല നഴ്സുമാരെയും പിരിച്ചുവിടുന്നു. ഇതിനെല്ലാം മാനേജ്മെന്റ് പരിഹാരം കാണണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും സർക്കാർ ചൂഷണത്തിന് എതിരായ നിലപാടാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു.
സ്വകാര്യ മാനേജ്മെന്റിന് ഇത്തരം സ്ഥാപനങ്ങൾ നടത്താനുള്ള അധികാരത്തിന്റെ മേലെ പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത അവസ്ഥ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സ്വകാര്യ നഴ്സുമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടൽ സർക്കാർ നടത്തുമെന്നാണ് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് തന്നെയാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ എമിഗ്രേഷൻ നിയമം വഴി വിദേശങ്ങളിലേക്ക് പോകുന്ന നഴ്സുമാരെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതായും നഴ്സസ് അസോസിയേഷൻ പരാതിപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. മനുഷ്യനെ കടിച്ചു കയറിക്കൊന്ന തെരുവ് നായ്ക്കളെ കൊന്നവർക്കെതിരെ സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കും തെരുവുനായ പീഡിത സംഘം പ്രവർത്തകർക്കുമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 17-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 7-നാണ് തെരുവ് നായ്ക്കൾ ചേർന്ന വയോധികനെ കടിച്ചു കയറിക്കൊന്നതിനെ തുടർന്ന് പ്രദേശത്തെ ആക്രമണകാരികളായ നായ്ക്കളെ വധിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 7-ന് രാത്രി നായ്ക്കൂട്ടത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കീഴ്വിലം മാമങ്കാട്ടുപുരം ചരുവിള വീട്ടിൽ 85 വയസ്സുള്ള കുഞ്ഞുകൃഷ്ണൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷവും നായ്ക്കളുടെ ആക്രമണം ഇവിടങ്ങളിൽ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് അക്രമകാരികളായ നായ്ക്കളെ തെരുവുനായ പീഡിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് കൊന്നത്. ഇതിനെതിരെ DGPക്ക് ലഭിച്ച പരാതിയിൽ ജനപ്രതിനിധികളെ അടുത്ത ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്നാൽ സംഭവത്തിൽ ഹരിയാന സ്വദേശിനി നിമിത ആനന്ദ് സമർപ്പിച്ച പരാതിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയലുമായി ബന്ധപ്പെട്ട 2016-ലെ സുപ്രീം കോടതി വിധി ലംഘിച്ചുവെന്ന് കാട്ടിയാണ് പരാതി നൽകിയത്. പരാതി പരിഗണിച്ച സുപ്രീം കോടതി സംഭവത്തിൽ പങ്കാളികളായവർ ഈ മാസം 17-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭാ ചെയർമാൻ M. പ്രദീപ്, കൂടാതെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജു പ്രദീപ്, കീഴ്വിലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകണ്ഠൻ, ബിജുകുമാർ, ഷാജഹാൻ എന്നിവർക്കും തെരുവുനായ പീഡിത സംഘം ഭാരവാഹികൾക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അതേസമയം സുപ്രീം കോടതി നടപടിയിൽ ആശങ്കയിലാണ് ജനങ്ങളും ജനപ്രതിനിധികളും. ഇങ്ങനെ ഇതിന്റെ ശല്യം കരുതി നമ്മളെ അച്ഛനെ കടിച്ചു തീർത്ത് പഠിച്ചു തീർത്ത്, അതേപോലെ ഇനി ഇടയാവരുതെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊപ്പം അവരുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുക എന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതിനിധികളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എന്നാൽ 17-ന് തന്നെ കോടതിയിൽ ഹാജരാകുമെന്ന് നോട്ടീസ് ലഭിച്ചവർ വ്യക്തമാക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് 7 വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ കുളിമുറിയിൽ കുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം വീട്ടിൽ സംസ്കരിച്ചു. കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ ചരക്ക് കപ്പലിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അതേസമയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കപ്പലിന് അമേരിക്കയിൽ നടപടി നേരിട്ടിരുന്നതായി കോസ്റ്റൽ പോലീസിന് വിവരം ലഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US-ലെ പോർട്ട്ലാൻഡ് തുറമുഖത്ത് കപ്പൽ ദിവസങ്ങളോളം അമേരിക്ക തടഞ്ഞുവച്ചിരുന്നു. കപ്പലിലെ ഡേറ്റ റെക്കോർഡർ പിടിച്ചെടുക്കാൻ കോസ്റ്റൽ പോലീസും തീരുമാനിച്ചിട്ടുണ്ട്. കപ്പലിന്റെ പ്രവർത്തനം സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചതിലാണ് നിർണായക വിവരങ്ങൾ കോസ്റ്റൽ പോലീസിന് ലഭിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ആംബർ ചരക്ക് കപ്പൽ അമേരിക്കയിൽ നടപടി നേരിട്ടിരുന്നുവെന്ന് വ്യക്തമായി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ US-ലെ പോർട്ട്ലാൻഡ് തുറമുഖത്ത് കപ്പൽ ദിവസങ്ങളോളം അമേരിക്ക തടഞ്ഞുവച്ചിരുന്നു. കപ്പലിന്റെ ഗതി നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് സംവിധാനത്തിലെ തകരാറ് കണ്ടെത്തതിനെ തുടർന്നാണ് ഇത്. ഒപ്പം പ്രധാന എഞ്ചിനിൽ ചോർച്ച ഉൾപ്പെടെയുള്ള ഗുരുതര തകരാറുകളും കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്കൻ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിനും കപ്പലിന് വിലക്കുണ്ട്. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ചരക്ക് കപ്പൽ 2000-ലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 14.3 നോട്ടിക്കൽ മൈലാണ് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. വേഗപരിധി ലംഘനം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയിൽ വ്യക്തമാകും. കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കുന്നതും വൈകുമെന്നാണ് സൂചന. 30,000 ടൺ വളമാണ് കപ്പലിലുള്ളത്. ഇവ മാറ്റിയതിനു ശേഷം മാത്രമേ തീരത്തേക്ക് അടുപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകൂ. ഗ്രീക്കുകാരനായ കപ്പിത്താനടക്കം 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഇതിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ത്യക്കാരാണ്. കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത വോയിസ് റെക്കോർഡറും ലോഗ് ബുക്കും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.